6 underlying metrics which patient satisfaction have to be measured on. Measured on are patient satisfaction അളക്കാനുള്ള 6 അടിസ്ഥാന അളവുകൾ അല്ലേ മിസ് പറഞ്ഞില്ലേ? ആറെണ്ണം പറഞ്ഞില്ലേ മിസ്? ഫസ്റ്റ് വരുന്നത് എന്താണ്? മെഡിക്കൽ കെയറിന്റെ ക്വാളിറ്റി അല്ലെ, വൈദ്യ പരിചരണത്തിന്റെ ക്വാളിറ്റി. രണ്ടാമത് വരുന്നത് എന്താണ്? മെഡിക്കൽ പ്രൊഫഷണൽസ് അല്ലെ, ഡോക്ടേഴ്സിന് അവരുടെ മുമ്പിലെത്തുന്ന പേഷ്യൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുക അല്ലെ, അവരുടെ ഫീലിങ്സുകൾ, അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി അവർക്ക് വേണ്ട അഡ്വൈസുകൾ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ല ഇഫക്റ്റീവ് ആയിട്ട് ഉള്ള നല്ല ആക്യുറേറ്റ് ആയ രീതിയിൽ അല്ലെ എന്താണ് പേഷ്യൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആശയവിനിമയം നടത്തുക. എന്തിനെ കുറിച്ചാണ്? അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ കുറിച്ച് അല്ലെ, അവര് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച്, അവര് കഴിക്കേണ്ട മരുന്നുകളെ കുറിച്ച് അല്ലെ, ഒക്കെ എന്താണ് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്തുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലെ, സാമ്പത്തിക വശങ്ങൾ. എങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം? കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെ, ചെലവ് കുറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം. പക്ഷെ എങ്ങനെയായിരിക്കണം? ക്വാളിറ്റി ഉള്ള അല്ലെ, നല്ല ഗുണനിലവാരമുള്ള കെയർസ് പേഷ്യൻസിന് നൽകുക. രണ്ടാമത് വരുന്നത് ഏത് സമയത്ത് അല്ലെ, പേഷ്യൻസ് എപ്പോ വന്നാലും 24 hours മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും ഡോക്ടേഴ്സിന്റെയും ലഭ്യത ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ആറാമത് വരുന്നത് എന്താണ്? അക്സസിബിലിറ്റി ഓഫ് കെയർ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പേഷ്യൻസിന് ലഭിക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി അവർക്ക് എത്രത്തോളം ലഭ്യമാകുന്നുണ്ട് അല്ലെ, ഇതൊക്കെയല്ലേ അളക്കുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് ഇതൊക്കെയല്ലേ? ആണോ? എക്സാമിനിങ് റൂമിൽ അല്ലേ, ഡോക്ടേഴ്സിന്റെ എക്സാമിനിങ് റൂമിൽ എങ്ങനെയായിരുന്നു? ഡോക്ടേഴ്സിനെ പെട്ടെന്ന് കാണാൻ സാധിച്ചോ അല്ലെ? ഹോസ്പിറ്റലിന്റെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് അഭിപ്രായം എന്താണ് അല്ലെ? അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റിനെയറിലൂടെയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത്. അപ്പൊ ഈ അളവുകളെ, ഇങ്ങനെയുള്ള 6 അളവുകളെ അടിസ്ഥാനമാക്കിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നത്, ഹോസ്പിറ്റലിൽ നോക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാൻ ബി കണ്ടക്റ്റഡ് എനി ടൈം ഡ്യൂറിംഗ് എൻ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ഓർ ആൻ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്. ഹോസ്പിറ്റലില് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എപ്പോ വേണമെങ്കിലും നടത്താം. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് എൻ്റർ ആയി അവർക്ക് ട്രീറ്റ്മെന്റുകൾ ലഭിച്ച് അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വരെ എന്താണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം. ഒരു പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവർ റിസപ്ഷനിൽ ചെന്ന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമല്ലോ. റിസപ്ഷനിൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ EMR അല്ലെങ്കിൽ EHR അവര് തയ്യാറാക്കുന്നുണ്ടോ? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് പ്രിപ്പയർ ചെയ്യുന്നു അല്ലെ. അപ്പൊ മുതൽ ചെയ്യുന്നുണ്ടോ? അപ്പൊ ആ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുന്നത് മുതൽ എപ്പോ വേണമെങ്കിലും നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താവുന്നതാണ്. ക്ലിയർ ആയോ? ഇത് നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ വേ ഓഫ് മൊബൈൽ ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദി സർവേ വെബ്സൈറ്റ് POS ഡിവൈസ്. POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സ്കെയിൽ ഡിവൈസ്, കമ്പ്യൂട്ടേഴ്സ് ഇൻ വെയിറ്റിംഗ് റൂം ഓർ എനി അതർ മീഡിയംസ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം. നമുക്ക് മൊബൈലിൽ കൂടി നടത്താം അല്ലെ. അതല്ലെങ്കിൽ എന്താണ് ഫിസിക്കൽ കോപ്പി, പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പീസ് വഴി നടത്താം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കൂടി നടത്താം. അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് POS എന്ന് പറഞ്ഞാൽ പോയിന്റ് ഓഫ് സ്കെയിൽ, അതായത് ആപ്പ് വഴി അതല്ലെങ്കിൽ ലിങ്ക് വഴിയൊക്കെ നമുക്ക് എന്താണ് ഈ സർവേ നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ എന്താണ് വെയിറ്റിംഗ് റൂമിലുള്ള കമ്പ്യൂട്ടേഴ്സിൽ കൂടി നടത്താം. അല്ലെങ്കിൽ അതർ മീഡിയം വഴി എങ്ങനെ വേണമെങ്കിലും എന്താണ് നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം അല്ലെ. ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുന്നത് മുതൽ എപ്പോ വേണമെങ്കിലും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം അല്ലെ. ഹോസ്പിറ്റലുകാർക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പല രീതിയിൽ പല വേയിൽ കൂടി നടത്താം. എന്താണ് മൊബൈലിൽ കൂടി നടത്താം, കോപ്പി പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പീസിൽ കൂടി നടത്താം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കൂടി നടത്താം, അല്ലെങ്കിൽ ലിങ്ക് വഴി ആപ്പ് വഴി നടത്താൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് റൂമിലുള്ള കമ്പ്യൂട്ടേഴ്സ് വഴി നടത്താം, അല്ലെങ്കിൽ അതർ മീഡിയം വഴി നമുക്ക് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ. നെക്സ്റ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു എക്സാമ്പിൾ, ഒരു മോഡൽ തന്നിരിക്കുന്നതാണ്. Dear patients, we are interested to know what you think about our services. എന്താണ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ സർവീസുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ അല്ലേ. ഞങ്ങൾക്ക് നിങ്ങൾ തിങ്ക് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. Your performance by completing this brief 5-minute survey in connection with your visit. എന്താണ് നിങ്ങളുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം ഈ ചെറിയൊരു സർവേയിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക അല്ലെ. നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം ടു ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് അസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ഞങ്ങളുമായി പങ്കിടാൻ സമയം അനുവദിച്ചതിന് നന്ദി. ഡേറ്റ് ഓഫ് യുവർ അപ്പോയിന്റ്മെന്റ്സ്. നമ്മൾ എന്നാണോ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ്സ് എടുത്തത് ആ ഡേറ്റ്. പ്ലീസ് സർക്കിൾ യുവർ റെസ്പോൺസ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ റെസ്പോൺസ് എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക അല്ലെ. ഇപ്പൊ എന്താണ് ആദ്യം ചോദിക്കുന്നത്, എന്താണ് ഈസ് ഓഫ് മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ ചെക്കപ്പ്. ചെക്കപ്പുകൾ എന്താണ്, ചെക്കപ്പുകൾക്കുള്ള അപ്പോയിന്റ്മെന്റ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭ്യമായോ. അപ്പൊ നമ്മൾ വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ല, നമുക്ക് ഒരുപാട് സമയമൊക്കെ എടുത്തെങ്കിലായിരിക്കും കൗണ്ട് ചെയ്യാം. എങ്കിലായിരിക്കും നിങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ലഭിച്ചെന്നുണ്ടെങ്കിൽ ഇനി ഏതിൽ റൗണ്ട് ചെയ്യും? രണ്ട് അല്ലെ. വെരി ഡിസാറ്റിസ്ഫൈഡ് അല്ലെ. വെരി ഡിസാറ്റിസ്ഫൈഡിൽ മാർക്ക് ചെയ്യും. നെക്സ്റ്റ് ചോദിക്കുന്നതാണ് ദ കംഫോർട്ട് ഓഫ് ദി റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു അല്ലെ. അവിടുത്തെ സ്റ്റാഫുകളുടെ വർക്കില് നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു. അപ്പൊ എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ റിസപ്ഷൻ ഏരിയയിൽ നിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ സാധിച്ചെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും? 4 അല്ലെ. വെരി സാറ്റിസ്ഫൈഡിലോ അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡിലോ മാർക്ക് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾക്കുണ്ടായ അനുഭവം, ഹോസ്പിറ്റലിൽ ഉണ്ടായ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, മാർക്ക് കൊടുക്കുന്നത് അല്ലെ, സ്കോർ കൊടുക്കുന്നത് അല്ലെ. നമ്മൾക്കുണ്ടായ അനുഭവത്തിനല്ലേ. ഈസ് ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിനെ നമുക്ക് എന്താണ് പെട്ടെന്ന് കാണാൻ സാധിച്ചോ അല്ലെ, കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചോ. കംഫോർട്ട് ഓഫ് ദി എക്സാമിനിങ് റൂം. എക്സാമിനിങ് റൂമിൽ നിങ്ങൾ കംഫോർട്ട് ആയിരുന്നു. നെക്സ്റ്റ് എന്താണ് ഹൗ വാസ് ദ ക്ലീനിനെസ് ഓഫ് ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ശുചിത്വത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ നല്ല വൃത്തിയുള്ള, നമുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന നല്ല വൃത്തിയുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും, എത്ര സ്കോർ കൊടുക്കും? 4. 5 കൊടുക്കാതെ നമുക്ക് പറയാനായിട്ട് അവിടെ യാതൊരു തെറ്റുകളോ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ നമുക്ക് 5 മാർക്കും കൊടുക്കാലോ. നെക്സ്റ്റ് എന്താണ് വെയിറ്റിംഗ് ടൈം ഇൻ അവർ ഓഫീസ്. നിങ്ങളുടെ ഓഫീസില് നിങ്ങളുടെ വെയിറ്റിംഗ് ടൈംസ് എങ്ങനെയായിരുന്നു അല്ലെ. ഒരുപാട് നേരം എടുത്ത് നമുക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കൊടുക്കും? സ്കോർ 2 മാർക്ക് അല്ലെ. പിന്നെന്താണ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ദ കോർട്ടസി ഓഫ് ദി സ്റ്റാഫ്. സ്റ്റാഫുകൾ നിങ്ങളുടെ അടുത്ത് മര്യാദയോടുകൂടിയാണോ പെരുമാറിയത് അല്ലെ. അതിന് നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് അപ്പൊ ഫീൽ ചെയ്തത്, നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് തോന്നിയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സ്കോർ കൊടുക്കും അല്ലെ. നെക്സ്റ്റ് എന്താ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ദി ട്രീറ്റ്മെന്റ്. ഹോസ്പിറ്റലിലെ കോസ്റ്റ് ചെലവിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ അഭിപ്രായം എന്താണ്? നെക്സ്റ്റ് ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസുകൾ. ഹോസ്പിറ്റലിലെ ഡയഗ്നോസ്റ്റിക് സർവീസുകൾ രോഗനിർണയ സേവനങ്ങൾ എങ്ങനെയുണ്ട്? ദ ക്വാളിറ്റി ഓഫ് കെയർ യു ഹാവ് റിസീവ്ഡ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച കെയർ പരിചരണത്തിന്റെ ക്വാളിറ്റി ഗുണനിലവാരം എങ്ങനെയുണ്ട്? യു ഓവറോൾ ഒപ്പീനിയൻ ഓൺ യുവർ സർവീസസ് അല്ലെ. ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളുടെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണ് അല്ലെ.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന് കൊടുക്കുന്ന മാർക്ക് അനുസരിച്ച് അവർക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു സെക്ഷനിൽ പോരായ്മകളുണ്ട്, ഡിഫക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാകും അവർക്ക്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പൊ അവർക്ക് എന്താ ഇംപ്രൂവ്മെന്റ് നടത്താനായിട്ട് സാധിക്കും അല്ലേ? ആ ഒരു സെക്ഷനിൽ ഇപ്പൊ ഒരു 10 പേഷ്യന്റ് അല്ലെങ്കിൽ ഒരു 15 പേഷ്യൻസിന് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തിയിട്ട് എല്ലാവരും ഈ വെയിറ്റിംഗ് ടൈമില് ഡിസാറ്റിസ്ഫൈഡ് ആണ്, 2 മാർക്കാ കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അവർ ഏത് സെക്ഷനിലാണ് കൂടുതൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത് അല്ലെ? വ്യത്യാസങ്ങളും ചേഞ്ചസ് വരുത്തേണ്ടതെന്ന് ഹോസ്പിറ്റലുകാർക്ക് ഓർഗനൈസേഷൻ മനസ്സിലാവോ? അപ്പൊ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എന്താണ് അവരുടെ ക്വാളിറ്റി അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളിന്റെ എന്താണ് ക്വാളിറ്റി മനസ്സിലാക്കാനും പിന്നെ അവരുടെ പിഴവുകൾ മനസ്സിലാക്കാനും സാധിക്കുന്നു അല്ലെ? ഹോസ്പിറ്റലിലെ പിഴവുകള് തെറ്റുകൾ മനസ്സിലാക്കാനും സാധിക്കുന്നില്ലേ? അപ്പൊ ക്ലിയർ ആയോ? അത് നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ് ആൻഡ് ഹോസ്പിറ്റൽ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് സർവേ കൊണ്ട് ഹോസ്പിറ്റലുകാർക്കും പേഷ്യൻസിനും എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ, ഗുണങ്ങളുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയായിരിക്കും ഗുണങ്ങൾ എന്ന് പറഞ്ഞേ, ഓരോരുത്തരായിട്ട് പറഞ്ഞേ. എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഓരോ ആശയങ്ങളൊന്ന് പറഞ്ഞേ. മിസ് മാത്രമായിട്ട് പറഞ്ഞു ഒരു രസമില്ല ക്ലാസ് ഈ ചാപ്റ്റർ പറയുന്നു. ചേഞ്ച് ഇംപ്രൂവ്മെന്റ് വരുത്താൻ സാധിക്കും അല്ലെ? ഏതെങ്കിലും ഒരു സെക്ഷനിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്കത് ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് പേഷ്യൻസിന്റെ ലോയൽറ്റി വിശ്വസ്തത നിലനിർത്താൻ സാധിക്കോ? സാധിക്കോ? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെ എന്താണ് പേഷ്യൻസിന്റെ വിശ്വസ്തത നിലനിർത്താൻ സാധിക്കും. പിന്നെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ ഇൻക്രീസ് ചെയ്താൽ വേറെന്തൊക്കെയാണ് ഗുണങ്ങള്? നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ, പോസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള സ്കോർ കിട്ടുകയാണെങ്കിൽ വേറെന്തൊക്കെയാ ഗുണങ്ങള്? ഹോസ്പിറ്റലിന് ലാഭം കിട്ടും, ഒരുപാട് പേഷ്യൻസ് വരും അല്ലെ? ഒരുപാട് പേഷ്യൻസ് വരും, പ്രോഫിറ്റ് ലഭിക്കും. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ പറ. സ്റ്റാഫുകൾക്ക് മനോവീര്യം ലഭിക്കുന്നുണ്ടോ? സ്റ്റാഫുകൾക്ക് ബെറ്റർ ആയി പെർഫോം ചെയ്യാൻ പറ്റുമോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ സ്കോർ വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? പേഷ്യൻസിന് എന്തൊക്കെയാണ്? റെപ്യൂട്ടേഷൻ അല്ലെ, പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും അല്ലെ? ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ സാധിക്കും. പിന്നെ എന്താണ്? പേഷ്യൻസിന് ഗുണങ്ങളൊന്നുമില്ലേ? പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ മാത്രമുള്ള ഗുണം. പേഷ്യൻസിന് എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ലഭിക്കുക? നല്ല ട്രീറ്റ്മെന്റ് അല്ലേ? ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് അല്ലേ ലഭിക്കുക? എന്നാലല്ലേ പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ അവർക്ക് എന്ത് ലഭിക്കും? നല്ല ക്ലിനിക്കൽ ഔട്ട്കംസ് കിട്ടും, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് കിട്ടും ഹോസ്പിറ്റലിൽ നിന്ന്. നല്ല ട്രീറ്റ്മെന്റ് കിട്ടും അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് കിട്ടും. അതുവഴി എന്താണ്? പേഷ്യൻസിന് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുന്നു. ഓക്കെ, നിങ്ങൾ പറഞ്ഞതാണോ ഉള്ളത്? നോക്കി, patient satisfaction surveys are an important way to scale how the patients feel about their experience within the practice. ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് അല്ലെ, ആ ഓർഗനൈസേഷനിലെ പ്രാക്ടീസില് പേഷ്യൻസിന് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അളക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ അല്ലെ? ഇപ്പൊ നമുക്ക് പേഷ്യൻസിന് അവിടെ നിന്ന് എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി, അവർക്ക് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഈ സർവേ നടത്തുന്നതിലൂടെ മാത്രമല്ലേ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. അല്ലാണ്ട് നമുക്കറിയാം ഹോസ്പിറ്റലുകാർക്ക് അറിയാൻ സാധിക്കോ?
അല്ലാണ്ട് അറിയാൻ സാധിക്കുമോ ഹോസ്പിറ്റലിൽ ഇല്ല. അപ്പൊ എന്താണ് ഈ പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ പ്രവർത്തനങ്ങളിൽ അവർക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായതെന്ന് അളക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് contented patients are more probably to suggest the hospital to others and they are also less probable to file complaints. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യും? നിങ്ങളുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിനെ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യും അല്ലെ? വേറെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പരാതി ഉണ്ടാവോ? കംപ്ലൈന്റ്സ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ് കണ്ടന്റഡ് പേഷ്യൻസ്, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്താണ് ഹോസ്പിറ്റല് മറ്റുള്ളവർക്ക് നിർദ്ദേശിക്കുകയും അവരെന്താണ് അവർക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പരാതികൾ കംപ്ലൈന്റ്സുകൾ ഫയൽ ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. നെക്സ്റ്റ്, earning and maintaining high patient satisfaction scores benefits medical organization and the patients in a lot of ways. Patient satisfaction സർവേയിലൂടെ ഒരുപാട് സ്കോർ, നല്ല സ്കോർ ലഭിക്കുകയാണെങ്കിൽ എന്താണ് പേഷ്യൻസിനും ഹോസ്പിറ്റലുകാർക്കും മെഡിക്കൽ ഓർഗനൈസേഷനും എന്താണ് ഒരുപാട് ഗുണങ്ങൾ, എ ലോട്ട് ഓഫ് വേസ്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് നോക്കിയേ, നിങ്ങൾ പറഞ്ഞത് പേഷ്യന്റ് ലോയൽറ്റി ആൻഡ് റിട്ടൻഷൻ, പേഷ്യൻസിന്റെ വിശ്വസ്തത വർദ്ധിക്കുന്നു. കൂടാതെ അവരെന്താണ് അവിടെ തന്നെ നിലനിർത്തും. ഒരു ഹോസ്പിറ്റലിനോട് ഒരു പേഷ്യൻസിന് വിശ്വസ്തത ഉണ്ടാവാൻ അവര് വീണ്ടും അവിടെ തന്നെ വരും അല്ലെ? ചെക്കപ്പുകൾക്ക് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി അല്ലേ, ഡോക്ടർ സർവീസുകൾക്ക് വേണ്ടി വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും. അപ്പൊ എന്താ പേഷ്യൻസിന്റെ ലോയൽറ്റി, വിശ്വസ്തത ഉണ്ടാവുകയും പേഷ്യൻസിനെ അവിടെ തന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു. Patients have more choices in connection with their health care than ever before. നമുക്ക് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് ഒരുപാട് ചോയ്സസ് ഉണ്ടോ? നമ്മുടെ വീടിന്റെ അടുത്ത് നമ്മുടെ ആ ലൊക്കാലിറ്റിയിൽ ഒരു ഹോസ്പിറ്റലാണോ ഉള്ളത്? അല്ല അല്ലെ? അല്ലാതെ ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട്. അപ്പൊ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ട്രീറ്റ്മെന്റ് ക്വാളിറ്റി ഇല്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് അസുഖം വന്ന വേറൊരു ഹോസ്പിറ്റലിലേക്കായിരിക്കും അല്ലേ പോകുന്നത്? ആണോ? അപ്പൊ എന്താ, പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കെയർ ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോയ്സസ് ഉണ്ട് അല്ലെ? Satisfied patients are more probably to be faithful patients. സാറ്റിസ്ഫൈഡ് ഉള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ആ ഹോസ്പിറ്റലിന് വിശ്വസ്തതയുള്ളവരായിരിക്കില്ലേ? അവിടുത്തെ പ്രവർത്തനങ്ങളിലെ, സർവീസുകളിലെ, അവിടുത്തെ ഡോക്ടേഴ്സിലെ വിശ്വസ്തതയുള്ളവരായിരിക്കും. അതെന്തുണ്ട്? ദിസ് നോട്ട് ഓൺലി മീൻസ് ദാറ്റ് ദേ വിൽ ഷെഡ്യൂൾ, അവരെന്ത് ചെയ്യുന്നു? വിശ്വസ്തരായ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിന് വിശ്വസ്തരായ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിനോട് വിശ്വസ്തം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടേക്ക് വീണ്ടും പോകും അല്ലെ? അപ്പൊ എന്തൊക്കെ ചെയ്യും നിങ്ങൾ? അവിടെ ചെക്കപ്പുകൾ നടത്തും അല്ലെ? നെസസറി ആയിട്ട് ചെക്കപ്പുകൾ നടത്തും അല്ലെ? ഫോളോ അപ്പുകൾ നടത്തും. പിന്നെ മറ്റ് അതർ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കും. അപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണം, എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്യണം, നമ്മൾ അവിടെ തന്നെ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം. വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണണം അല്ലേ? ആണോ? This not only means they will schedule the necessary checkup. വിശ്വസ്തരായ പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരുടെ ചെക്കപ്പുകൾ അവരവിടെ തന്നെ നിലനിർത്തും അല്ലെ? ഫോളോ അപ്പുകൾ, അത് റിക്വയർഡ് അപ്പോയിന്റ്മെന്റ്സ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് അപ്പോയിന്റ്മെന്റ്സുകൾ. ബട്ട് they are more probable to keep them. അവര് അതൊക്കെ അങ്ങനെയുള്ള ചെക്കപ്പുകൾ, അപ്പോയിന്റ്മെന്റ്സുകൾ, ടെസ്റ്റുകളെല്ലാം അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തുന്നു. നെക്സ്റ്റ് എന്താണ്, ചില നമ്മൾ പറയാറില്ലേ, നമുക്ക് ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ ഫാമിലി ഹോസ്പിറ്റല് പറയാറുണ്ടോ നമ്മ? എന്താണ് അങ്ങനെ പറയുന്നത്? ഫാമിലി ഡോക്ടേഴ്സ് പറയാറുണ്ടോ? എന്തുകൊണ്ടാ നമ്മ അവരങ്ങനെ സെലക്ട് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാ ചൂസ് ചെയ്യുന്നേ?
സ്ഥിരം ആ ഡോക്ടറെ കാണിക്കുന്നതുകൊണ്ട്. എന്തുകൊണ്ടാണ് സ്ഥിരം ആ ഡോക്ടറെ കാണിക്കുന്നത്? നമുക്ക് അവരിലുള്ള ഒരു വിശ്വാസമല്ലേ? ആണോ? നമുക്ക് ആ ഡോക്ടർ, ആ ഗുഡ് ക്വാളിറ്റി കെയർ, ആ ഡോക്ടറിലുള്ള വിശ്വാസം അല്ലേ? ആ ഹോസ്പിറ്റലിലുള്ള വിശ്വാസം കൊണ്ടല്ലേ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്ന അവരുടെ ഫോളോ അപ്പുകള്, ചെക്കപ്പുകള്, അവർക്ക് ആവശ്യമായി വരുന്ന മറ്റ് അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ അവർ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്തുന്നു. നെക്സ്റ്റ്, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ also grand ambassador for hospitals. They tell their friends and family about good experience and bad ones with their friends and family. Satisfied ആയിട്ടുള്ള പേഷ്യൻസ് എന്തായിരിക്കും? ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഗ്രാൻഡ് അംബാസിഡർ ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഗ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് പ്രൊമോഷൻ കൊടുക്കും അല്ലെ? ഇപ്പൊ മലബാർ ഗോൾഡിന്റെ അംബാസിഡർ ആരാ? മോഹൻലാൽ അല്ലെ? മോഹൻലാൽ എന്താ ചെയ്യുന്നത്? പ്രൊമോഷൻ കൊടുക്കാണോ ചെയ്യുന്നത്? മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ്. അപ്പൊ എന്ത് ചെയ്യുന്ന നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്ന അവര് മറ്റുള്ളവരോട് സജസ്റ്റ് ചെയ്യാണ് അല്ലെ? എന്താണ്, ഈ ഹോസ്പിറ്റലിൽ പോയാൽ മതി അല്ലെ, പാസ്റ്ററിൽ പോയാൽ മതി, അല്ലെങ്കിൽ റിനയിൽ പോയാൽ മതി അല്ലെ, നമുക്ക് അവിടെ നിന്ന് എന്താണ് നല്ല രീതിയിലുള്ള ബെറ്റർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നു പറയോ? അപ്പൊ എന്താണ്, നമ്മുടെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവരുടെ ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിക്കും ആ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായ അവരുടെ എല്ലാ അനുഭവങ്ങളും ഒന്നും ഒളിച്ചു വെക്കുന്നില്ല. എന്താണ്, ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഷെയർ ചെയ്യുന്നു. ക്ലിയർ ആയോ ഇത്? ഓക്കെ. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. ഏത് രീതിയിലായിരിക്കും ഇൻക്രീസ് അവരുടെ പ്രോഫിറ്റ് വർദ്ധിക്കുന്നത്? പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവുക. ഏത് രീതിയിലായിരിക്കും അവർക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്കോർ വർദ്ധിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിൽ പ്രോഫിറ്റ് ലഭിക്കും? ആലോചിച്ച് നോക്കും നിങ്ങൾ. ഹോസ്പിറ്റലിന് ഏതൊക്കെ രീതിയിലാണ് പ്രോഫിറ്റ് കിട്ടുന്നേ, പൈസ കിട്ടുന്നത്, ലാഭം കിട്ടുന്നത്? മോർ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം അല്ലെ, ന്യൂ പേഷ്യൻസിനെ കിട്ടുക, മോർ പേഷ്യൻസിനെ കിട്ടുക, ന്യൂ പേഷ്യൻസിനെ കിട്ടുക, ഉള്ള പേഷ്യൻസ് വീണ്ടും അവിടെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാം അല്ലെ, ചെക്കപ്പുകൾ, ഫോളോ അപ്പുകളൊക്കെ നടത്തുമ്പോഴല്ലേ? അപ്പൊ നോക്കിയേ, contented patients eventually lead to increased profit for hospital in many ways. Satisfied ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ് അല്ലെ, ലാഭം പലതരത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് പറയുന്നത് എന്താണ്? contented patients stop their appointments, which means that hospital don't lose money on dead hours during the day. എന്താണ്, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാല എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് വെറുതെ സമയം പാഴാക്കി കളയേണ്ടി വരുന്നുണ്ടോ ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് കിട്ടുമ്പോ? ഡെഡ് അവേഴ്സ് ആവുന്നുണ്ടോ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക്? ഇല്ല അല്ലെ? അവര് ഏത് സമയം ഉണ്ടായിരിക്കും? എൻഗേജ്ഡ് ആയിരിക്കും അല്ലെ, ബിസി ആയിരിക്കില്ലേ? ഒരുപാട് അപ്പോയിന്റ്മെന്റ്സുകൾ കിട്ടുന്നത് വഴി, ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ്സ് കൂടുന്നത് വഴി. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിൽ അവര് പാഴാക്കി കളയുന്ന സമയത്തുള്ള അവരുടെ നഷ്ടം കുറയ്ക്കാനായി അവർക്ക് ലോസ് മണി, അവർക്ക് നഷ്ടപ്പെടുന്ന ആ പൈസ മാറ്റാനായി സാധിക്കുന്നു. ഒരുപാട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോ എന്താണ്, പേഷ്യൻസ് കൂടാണ് അല്ലെ? അപ്പൊ സ്റ്റാഫുകളുടെ വർക്കും കൂടല്ലേ? സ്റ്റാഫുകളുടെ വർക്കും കൂടുന്നു അല്ലെ? അവർക്ക് എന്താണ്, നഷ്ടം വരാതെ അവരെന്താണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഫുൾ ടൈം അവർ ബിസി ആയിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത്, സെക്കൻഡ്, they also provide grand reviews and patient satisfaction survey result. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാൻഡ് റിവ്യൂ കൊടുക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നിങ്ങളാണെങ്കിലും ഒരു പ്രോഡക്റ്റ് മീഷോന്ന്, ഫ്ലിപ്കാർട്ടിന്നൊക്കെ വാങ്ങുമ്പോ നിങ്ങൾ എന്ത് നോക്കിയിട്ടായിരിക്കും വാങ്ങുന്നത്? വേഗം പോയി ആ
നെറ്റില് നമുക്ക് ആ പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങോ? ഒരു കുർത്തി ഇഷ്ടമായി കഴിഞ്ഞാൽ വാങ്ങോ? ഇല്ല അല്ലെ? നമ്മൾ എന്ത് നോക്കും? റിവ്യൂ റേറ്റിംഗ്സ് നോക്കുമല്ലോ. എന്നിട്ട് ഏതിനാണോ നല്ല റിവ്യൂ കിട്ടിയിരിക്കുന്നത് ആ പ്രോഡക്റ്റ് അല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ, ബൈ ചെയ്യുള്ളൂ. അപ്പൊ എന്താ ഈ സെക്കൻഡ് പറയുന്നത്? രണ്ടാമത് പറയുന്നത് എന്താ? ദേ ഓൾസോ പ്രൊവൈഡ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എന്ത് കൊടുക്കുന്നു? ഹോസ്പിറ്റലിന് ഗ്രാൻഡ് റിവ്യൂസ്, നല്ല റിവ്യൂസും എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട്, നല്ല ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറും കൊടുക്കുന്നു. അപ്പൊ അതെന്തിലേക്ക് നയിക്കുന്ന? ഹോസ്പിറ്റലിന് നല്ല റിവ്യൂ ആണ്, നല്ല സ്കോർ ആണ് ലഭിച്ചതെങ്കിൽ ഹോസ്പിറ്റലിന് എന്ത് ചെയ്യുന്നു? പുതിയ പേഷ്യൻസിന് ലഭിക്കുന്നു അല്ലെ? That leads to new patients acquisition. ഇതെന്താണ്? ഹോസ്പിറ്റലിന് പുതിയ പേഷ്യൻസിനെ ലഭിക്കാനും അക്വിസിഷൻ ചെയ്യാനും ആൻഡ് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഎംബേഴ്സ്മെന്റ് അല്ലെ, അവർക്ക് ഇൻഷുറൻസ് തിരിച്ചടവ് ലഭിക്കാനും സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ മിക്ക ആളുകളും എങ്ങനെയാണ് ട്രീറ്റ്മെന്റുകൾ നടത്തുന്നത്? ഇൻഷുറൻസ് ആണോ? പണ്ടുള്ള അസുഖം മാത്രമേ ഉള്ളൂ. പണ്ട് നമുക്ക് വല്ലപ്പോഴും അസുഖങ്ങൾ വരുള്ളൂ അല്ലെ. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിന്റെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുന്നില്ലേ? ഡിസീസുകള്, ലൈഫ് സ്റ്റൈൽ ഡിസീസുകള്. പണ്ട് അറ്റാക്ക് അല്ല, നമ്മ ഇപ്പോഴൊക്കെയാണ് ഒരു 50-60 വയസ്സ് 60 വയസ്സിന് മുകളിലുള്ളവർക്കല്ലേ കേട്ടിരിക്കുന്നത്. അങ്ങനെയാണോ? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് അല്ലെ. ചെറിയ കുട്ടികൾക്ക് വരെയും കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ മിക്കവാറും എന്ത് ചെയ്യും? അവരുടെ വരുമാനത്തിലും കൂടുതലായിരിക്കും ചെലവ് വരുന്നല്ലേ ട്രീറ്റ്മെന്റിന് വേണ്ടി. അപ്പൊ അവരെല്ലാവരും ഇൻഷുറൻസ് എടുക്കുമല്ലോ. മിക്ക ആളുകൾ ഇൻഷുറൻസ് ഉണ്ടാവും. അപ്പൊ എന്താ? പുതിയ പേഷ്യൻസിനെ കിട്ടുക, അല്ലെങ്കിൽ ഉള്ള പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസിനെ കിട്ടുമ്പോൾ എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് ഒരുപാട് ഇൻഷുറൻസ് തിരിച്ചടവ് ലഭിക്കാനും കാരണമാകുന്നു. ഇതൊക്കെ വഴി അവർക്ക് ലാഭം കിട്ടുകയല്ലേ ചെയ്യുന്നത്? ഹോസ്പിറ്റലുകാർക്ക് പ്രോഫിറ്റ് അല്ലേ ലഭിക്കുന്നത്? ആണോ? പുതിയ പേഷ്യൻസിനെ കിട്ടുക, ഒരുപാട് ഇൻഷുറൻസ് തിരിച്ചടവ് ലഭിക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിന് ഒരുപാട് പ്രോഫിറ്റ് ലഭിക്കുന്നു അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എൻഹാൻസ്ഡ് സ്റ്റാഫ് മോറൽ. സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫുകളുടെ മോറൽ, മനോവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെ, ജനറേറ്റിംഗ് എ പേഷ്യന്റ് ഫോക്കസ്ഡ് കൾച്ചർ ഡസന്റ് ഹാവ് ടു കം at the cost of employee satisfaction. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു എന്താണ്? ഹോസ്പിറ്റലിന്റെ കൾച്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു? പേഷ്യന്റ് സെന്റേർഡ് അല്ലെ. പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടാണോ? നമ്മൾ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടത്തിയാൽ മതിയോ? അവിടുത്തെ സ്റ്റാഫുകളെ കൺസിഡർ ചെയ്യണ്ടേ? അവർക്കുണ്ടാവില്ല ഫീലിങ്സും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ എന്താ? പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കൾച്ചർ അല്ലാതെ എന്താണ്? ഹോസ്പിറ്റലിൽ അവിടുത്തെ സ്റ്റാഫുകളെയും കൂടി, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടി കൺസിഡർ ചെയ്യാം. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. ഹോസ്പിറ്റല് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള, ഒരു നല്ല രീതിയിലുള്ള പേഷ്യന്റ് കെയർ കൊടുക്കാനായിട്ട് എന്തൊക്കെ കാരണമാകുന്നുണ്ട്? പേഷ്യൻസിന് വേണ്ടോ? സ്റ്റാഫുകൾക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുക്കുന്നത് അല്ലെ. സ്റ്റാഫുകളുടെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുന്നത്, ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, എല്ലാ കാര്യങ്ങളിലും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സ്റ്റാഫുകൾ ഉൾപ്പെടുത്തുക അല്ലെ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? അവരുടെ ജോലിയോട് അവർക്കൊരു ആത്മാർത്ഥത ഉണ്ടാവോ? ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാണ്? അവര് ചെയ്യുന്ന വർക്കുകളിൽ ഒരു ആത്മാർത്ഥത ഉണ്ടാവും അല്ലെ, സിൻസിയർ ഉണ്ടാവുകയും അതുവഴി അവർ എന്ത് കൊടുക്കുന്നു? ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ സ്റ്റാഫുകൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, പേഷ്യൻസിന് നൽകാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് ആർ ഓഫൺ ഹൈ സ്ട്രെസ് എൻവിയോൺമെന്റ് അല്ലെ. ഹോസ്പിറ്റലിന്റെ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൈ സ്ട്രെസ് ആണോ? നല്ല സ്ട്രെസ് ഉള്ള ഒരു എൻവിയോൺമെന്റ് ആണോ?
കുറച്ചു നേരം നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മുമ്പിലൊന്ന് ചെന്ന് നോക്കിയാൽ മതി അല്ലേ? ഒരു 10 മിനിറ്റ് നിന്ന് നോക്കിയാൽ മതി. ആക്സിഡന്റ് പറ്റി പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് കാണാം അല്ലെ? അതല്ലാണ്ട് എന്തെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ പേഷ്യൻസിനെ കൊണ്ടുവരുന്നത് കാണാം അല്ലെ? ബ്ലഡ് ഒക്കെ ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണുമ്പോ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ആണോ? അപ്പൊ ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഹൈ സ്ട്രെസ് എൻവിയോൺമെന്റ് ആണ് അല്ലെ? നല്ല സ്ട്രെസ് ഉള്ള ഒരു എൻവിയോൺമെന്റ് ആണ്. അപ്പൊ എന്ത് കൊടുക്കണം? ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ബ്ലഡ് കണ്ടാ പേടിക്കുക, പേഷ്യൻസ് ഭയങ്കര ക്രിട്ടിക്കൽ ലെവലിൽ കൊണ്ടുവരുമ്പോ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്നാണ് അവർക്ക് തന്നെ കൺഫ്യൂഷൻസ് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കാലോ. പേഷ്യൻസിന് അധികം എക്സ്പീരിയൻസ് ഇല്ല, ട്രെയിനിങ് ലഭിച്ചില്ലെങ്കിൽ സ്ട്രെസ് കൂടുമ്പോ സ്റ്റാഫുകൾക്ക് സ്ട്രെസ് കൂടുമ്പോ എന്ത് പറ്റും? അവർക്ക് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കോ? നിങ്ങൾക്ക് എക്സാം വരുമ്പോ ചിലര് പറയാറുണ്ട് ഞങ്ങൾ ഭയങ്കര സ്ട്രെസ് ആയി പോകാറുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ടെൻഷൻ ആയി പോകാറുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എക്സാം? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇവിടെ മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് ട്രെയിനിങ് തരാനല്ലേ? എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യാൻ അല്ലേ? ഓരോ ഭാഗങ്ങളും കുറച്ചീശെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടില്ലേ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യാം? ഹോസ്പിറ്റൽ എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്, നല്ല സ്ട്രെസ് ഉള്ള ഒരു എൻവിയോൺമെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് സ്ട്രെസ് കുറക്കാനായി എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലുകാർക്ക് ട്രെയിനിങ് കൊടുക്കുക അല്ലെ? ട്രെയിനിങ്, പിന്നെ അവരെ സ്ട്രെങ്തൻ ചെയ്യാം. അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാമുകള്, പിന്നെ ട്രെയിനിങ്ങുകളൊക്കെ നൽകി അവരെന്താണ് എബിലിറ്റീസ്, അവരെ കഴിവുകള്, അവരുടെ സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാം? സ്ട്രെങ്തൻ ചെയ്യാലോ, വർദ്ധിപ്പിക്കാലോ ഹോസ്പിറ്റലുകാർക്ക്. നോക്കി, ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് make them able to perform their jobs to the best of their abilities and make them feel valued and increase the staff retention. എന്താണ്? സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ അല്ലെ, പരിശീലനങ്ങളും അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നത് വഴി അവർക്ക് എന്താണ്? അവരുടെ എബിലിറ്റീസ്, കഴിവുകള് അവർക്ക് നല്ല രീതിയിൽ വിനിയോഗിക്കാനായിട്ട് അല്ലെ, പെർഫോം ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ എന്താ? അവർക്ക് തന്നെ തോന്നാണ് ഇപ്പൊ നമുക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ ലഭിച്ച് നമ്മ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയാല് നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വരുമോ? ദേ ഫീൽ വാല്യൂഡ് അല്ലെ? നമുക്ക് തന്നെ ആത്മവിശ്വാസം വരുമല്ലോ, നമുക്ക് എന്ത് കാര്യം കൈകാര്യം ചെയ്യാന്നുള്ളത്, മാനേജ് ചെയ്യാന്നുള്ള ഒരു വിശ്വാസം വരുന്നുണ്ടോ? സെൽഫ് റെസ്പെക്ട് വരുമോ നമുക്ക്? അപ്പൊ അവർക്ക് എന്താണ്? ഫീൽ വാല്യൂഡ്. സ്റ്റാഫുകൾക്ക് അവര് മൂല്യമുള്ളതാണ് അല്ലെ? അവര് എന്താണ്? എല്ലാത്തിനും അവര് വില്ലിങ് ആണ് അല്ലെ എന്നുള്ളൊരു ഫീൽ വരുന്നു. കൂടാതെ എന്താണ്? സ്റ്റാഫുകളെ ആ ഹോസ്പിറ്റലിൽ തന്നെ നിലനിർത്താനായും സാധിക്കുന്നു. ഇപ്പൊ നമ്മ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലത്തെ എൻവിയോൺമെന്റ് നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, നമ്മുടെ ഒപ്പീനിയൻസിന് നമുക്ക് പ്രയോറിറ്റി നൽകുന്നുണ്ടെന്നുണ്ടെങ്കില് നമ്മ അവിടെ തന്നെ നിൽക്കോ? നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവര് എല്ലാ കാര്യങ്ങളിലും അവിടുത്തെ സ്റ്റാഫുകളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കില് നമ്മ അവിടെ തന്നെ വീണ്ടും നിൽക്കോ? നിൽക്കല്ലേ? നമ്മ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ എന്താണ്? സ്റ്റാഫുകള് ആ ഹോസ്പിറ്റൽ തന്നെ റിട്ടൻഷൻ ചെയ്യാനായിട്ട് നിലനിർത്താനും ഈ ഹോസ്പിറ്റലുകാർക്ക് സാധിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും സഹറ മാത്രം പറയുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? മിസ് എടുക്കുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നെക്സ്റ്റ്, എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫുകൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരു പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെ, കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമല്ലോ അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? മനസ്സിലാകും അവർക്ക്. പിന്നെ എന്താണ്? അവരെന്താണ്? പേഷ്യന്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കുന്നു അല്ലെ? പേഷ്യൻസിനെ കേന്ദ്രീകൃതമായിട്ടുള്ള, കൂടുതൽ പേഷ്യൻസിന് അറ്റൻറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെ? ഓക്കെ. So the experienced staff know how to carry out attentive services.
patient-focused services that helps to boost patient satisfaction score. എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് എങ്ങനെയുള്ള സർവീസുകൾ അല്ലെ, ശ്രദ്ധയുള്ള സർവീസുകൾ കൊടുക്കണം. പേഷ്യൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാനോ എന്താണ് വില്ലിങ് ആവുന്നു അല്ലെ. അതെന്ത് കൂട്ടുന്നുണ്ട്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഹൈലൈറ്റ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് എന്താണ്? സ്റ്റാഫുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു വർക്ക് ഉൽപാദനക്ഷമത ലഭിക്കുന്നു. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കുന്നതിലൂടെ എന്താണ്? പേഷ്യൻസിന്റെ സ്റ്റാഫുകളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നു. ഓക്കെ, ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് can also increase staff and provider productivity in the organization. എന്താണ്? നമ്മ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ നൽകുക, അതല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുന്നതിലൂടെ എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ്? സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുക. സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നത് വഴി പ്രൊവൈഡേഴ്സും ഹോസ്പിറ്റൽ സ്റ്റാഫുകളും നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി, അതായത് വർക്ക് കാഴ്ചവെക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എന്ന് വെച്ചാൽ എന്തായിരിക്കും അതിൽ പറഞ്ഞിരിക്കുന്നത്? സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ, റിസപ്ഷൻ മുതൽ അല്ലെ ഫാർമസി വരെ ഓരോ സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നു. ഇപ്പൊ ലാബില് നമ്മൾ പറഞ്ഞു അല്ലെ, LIS ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം, RIS അല്ലെ ആണോ? റിസപ്ഷനിൽ എന്ത് ചെയ്യുന്നു? EMR, EHR ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് വേണ്ട പ്രിസ്ക്രിപ്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? ഈ പ്രിസ്ക്രിപ്ഷൻ അല്ലെ, ഇലക്ട്രോണിക് പ്രിസ്ക്രിപ്ഷൻ അല്ലെ ആണോ? അപ്പൊ എന്ത് ചെയ്യാണ്? ഈ സോഫ്റ്റ്വെയർ ആഡ് ചെയ്യുമ്പോൾ സ്റ്റാഫ് പ്രൊവൈഡേഴ്സിന്റെ ഏതൊരു ഫ്രീ ആക്കുകയാണോ? അവർക്ക് അവരുടെ ജോലികൾ തെറ്റില്ലാതെ അല്ലെ കൃത്യതയോടുകൂടി വേഗത്തിൽ ചെയ്യാൻ സാധിക്കുമോ? ഈ സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുക, ട്രെയിനിങ്ങുകൾ കൊടുക്കുക അല്ലെ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഒക്കെ ജോലി എന്താണ്? അവർക്ക് നല്ല കൃത്യതയോടുകൂടി വേഗത്തിൽ അല്ലെ ചെയ്യാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ ആ സെന്റൻസ്? അതുവഴി എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നുണ്ടോ? എക്സ്പീരിയൻസ് ബെറ്റർ ആക്കുന്നുണ്ടോ? അവർക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി അല്ലെ. എല്ലാവർക്കും ബില്ലിങ്ങിന് വേണ്ടി സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യാം അല്ലെ. എല്ലാ സെക്ഷനിലും നമ്മ എന്താണ്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക. ഓരോ സെക്ഷനിലും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആഡ് ചെയ്യുന്നതിലൂടെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെയും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെയും വർക്ക് എളുപ്പത്തിലും വേഗത്തിലുമാക്കി തീർക്കുന്നു. എക്സാമ്പിൾ പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇഫ് ഹോസ്പിറ്റൽ എക്സിക്യൂട്ട്സ് സെക്യൂർ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് scheduling and patient messaging, staff may spend as much 50% less time on the phone with the patients. Patients എന്താണ്? അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ അവർ തന്നെ ഓൺലൈനിലായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യാനോ സെലക്ട് ചെയ്യാനോ ചെയ്യുന്നത് ആണോ? ഫോർ എക്സാമ്പിൾ, നമ്മ പറഞ്ഞില്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പറഞ്ഞില്ലേ, പേഷ്യൻസിന് അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാന്ന്, അവർക്ക് വേണ്ട ഡോക്ടേഴ്സിനെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാന്നൊക്കെ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പഠിച്ചില്ലേ? എന്താരൊന്നും പറയത്തെ? പഠിച്ചോ? എന്തുപറ്റി? ആരൊന്നും റിപ്ലൈ തരാത്തെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ മിസ് പറഞ്ഞിരുന്നില്ലേ? എന്താരൊന്നും റിപ്ലൈ തരാത്തെ മിസ്സിന്?
സഹറ, അഞ്ജന, സൗമ്യ, ശ്രീകല, സഫൂറത്ത്, വർഷ, ആരുലി. ആരെങ്കിലും ഒന്ന് മിസ്സിന് റിപ്ലൈ ചെയ്യുന്നേ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പഠിച്ചില്ലേ പേഷ്യൻസിന് വേണ്ട അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് തന്നെ ഓൺലൈനായിട്ട് ഷെഡ്യൂൾ ചെയ്യാം. അവർക്ക് വേണ്ട ടൈം അവർക്ക് തന്നെ ചൂസ് ചെയ്യാം. അവർക്ക് പേഷ്യന്റ് അവർക്ക് വേണ്ട ഫിസിഷ്യനെ ഡോക്ടേഴ്സിനെ അവർക്ക് തന്നെ ചൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ എന്തു വെച്ചി പിന്നെ ആരൊന്നും പറയാതിരുന്നേ മിസ് ചോദിച്ചപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ അവർക്ക് കുറയ്ക്കുന്നുണ്ടോ? അവർക്ക് അതിനു വേണ്ടി ടൈം സ്പെൻഡ് ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കാണ് അല്ലെ. 50% അവർ ഫോണിൽ ഈ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ഡോക്ടർ സെലക്ട് ചെയ്യാനൊക്കെ വേണ്ടി പേഷ്യൻസ് വിളിക്കുമ്പോൾ ആ സമയം കുറക്കാണ് അല്ലെ. ഇപ്പൊ നമ്മ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുമല്ലോ. വിളിക്കുവോ? വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റില് ഡോക്ടർ കാണണം ഇല്ലേ ചോദിക്കോ? ഇപ്പൊ എന്താണ് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് വേണമെന്ന് പറയും. അപ്പൊ അവര് എഴുതി വയ്ക്കും ഏത് ഡോക്ടറെയാണ് കാണേണ്ടത് അല്ലെ, അല്ലെങ്കിൽ ഏത് സെക്ഷനിലെ ഡോക്ടറെയാണ് കാണേണ്ടത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? ഇന്ന ഡോക്ടറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുതരോ? ഇന്ന ഡോക്ടേഴ്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ, അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ നമ്മ അതിലൊരു ഡോക്ടറെ സെലക്ട് ചെയ്ത് കൊടുക്കും. അവരപ്പൊ അത്രയും സമയം നമ്മളുമായി ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ നമ്മ പറയില്ലേ ഒരു ഡോക്ടർ സെലക്ട് ചെയ്തിട്ട് പറയും ഇന്ന ഡോക്ടർക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ അവർ പറയും ഇന്ന സമയത്ത് വന്നാൽ മതി എന്ന് പറയും അല്ലെ. 11:30 അല്ലെങ്കിൽ 11 മണിക്ക് വന്നാൽ മതി എന്ന് പറയും അല്ലെ. അപ്പൊ അത്രയും സമയം അവര് നമ്മളുമായി ഫോണിൽ സംസാരിക്കുകയാണോ? ആണോ? ആണ്. അതേപോലെ ഒരാളാണോ വിളിക്കുന്നത് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിലേക്ക്? ഒരാളാണോ വിളിക്കുന്നത്? അല്ല അല്ലെ, ഒരുപാട് പേര് വിളിക്കും. അപ്പൊ അവർ അത്രയും സമയം ആ ഫോണിൽ ചെലവാക്കണ്ടേ? അത്രയും സമയം അവർ ഫോണിൽ ചെലവാക്കണം അല്ലേ. അതല്ല, പേഷ്യൻസ് സ്വയമായിട്ട് അവർക്ക് വേണ്ട അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഈ സമയം കുറച്ചുകൂടി ലാഭിച്ചൂടെ? ഈ സ്റ്റാഫുകളുമായി ചെലവാക്കുന്ന സമയം. അപ്പൊ എന്താണ് അതാണ് സെന്റൻസിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്താണ്? എക്സിക്യൂട്ട് സെക്യൂർ ആയിട്ടുള്ള ഒരു സിസ്റ്റം വഴി സോഫ്റ്റ്വെയർ വഴി എന്താണ് പേഷ്യൻസ് അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യാം. മെസ്സേജുകൾ അയക്കുന്നത് വഴി എന്താണ് ഈ സ്റ്റാഫുകള് ഫോണിൽ ചെലവാക്കുന്ന സമയം 50% നമുക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. അപ്പൊ ഈ ബാക്കി വരുന്ന സമയം അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? മറ്റു ടാസ്കുകൾ ചെയ്തൂടെ? ഹോസ്പിറ്റലിലെ മറ്റു ഡ്യൂട്ടികൾ ചെയ്തൂടെ? സ്റ്റാഫുകൾക്ക് ചെയ്യാൻ സാധിക്കുമോ? മറ്റുള്ള വർക്കുകൾ ചെയ്യാം അല്ലെ. കോൺസിക്വന്റ്ലി തൽഫലമായിട്ട് എന്താണ്? സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. സ്റ്റാഫുകൾക്ക് മറ്റ് എക്സ്ട്രാ ടാസ്കുകൾ ചെയ്യാനായി സാധിക്കുന്നു. വിച്ച് അലൗസ് us to run a cleaner office. സി ഉണ്ട് കേട്ടോ അവിടെ. ഇതെന്താണ്? ഹോസ്പിറ്റലില് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് തയ്യാറാക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും ഈ ചാപ്റ്റർ ഇങ്ങനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നെക്സ്റ്റ്, besides when a hospital listen to patient no show. ചിലപ്പോ നമ്മ അപ്പോയിന്റ്മെന്റ്സുകൾ നേരത്തെ എടുത്തു വെച്ചാല് ആ സമയമാകുമ്പോ പേഷ്യൻസിനെ കാണാതാവും അല്ലേ. എന്ന് വെച്ചാൽ അവരെന്താണ് കുറേ നേരം വന്നിരുന്ന് കഴിയുമ്പോ അവരെന്ത് ചെയ്യും? പുറത്തേക്കൊക്കെ പോകാലോ. അവർക്ക് ഡോക്ടറെ കാണാൻ സമയമായിട്ടില്ല എന്ന് വിചാരിച്ച് പുറത്ത് പോകാലോ. നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നല്ലേ. കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ? നമുക്ക് മുമ്പുള്ള നമ്പേഴ്സ് ഒക്കെ വന്നിട്ടില്ല അല്ലെ എന്നോട് പറയുന്നത്. അപ്പൊ എന്താണ്? നോ ഷോ, പേഷ്യൻസിനെ കാണാതാവുക. എന്താണ്? അവർ അപ്പോയിന്റ്മെന്റ്സ് വിളിക്കുന്നതിന് മുമ്പ് അവരവിടെ നിന്ന് പോവുക, അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായി സാധിക്കുന്നു. ഇപ്പൊ നമ്മ
സെക്യൂർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, നല്ല രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് വെച്ച് അപ്പോയിന്റ്മെന്റ്സ് എടുത്താൽ അവർക്ക് അവരുടെ സമയം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാലോ. ഇപ്പൊ അവർക്ക് എന്താണ് 11:30 മാത്രം സമയം ഡോക്ടറെ കാണാനുള്ള ടൈം ഉള്ളൂ. അവർക്ക് ആ സമയത്ത് ഷെഡ്യൂൾ ചെയ്തൂടെ? അവർക്ക് എപ്പോഴാണോ ഉചിതമായിട്ടുള്ളത് ആ സമയം അവർക്ക് സെലക്ട് ചെയ്യാം അല്ലെ. അപ്പൊ പേഷ്യൻസിനെ കാണാതാവുക, ലേറ്റ് ആയിട്ട് ക്യാൻസൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൂടെ? ഒഴിവാക്കാനായി സാധിക്കുന്നു അല്ലെ, കുറയ്ക്കാനായി സാധിക്കുന്നു. പിന്നെ എന്താണ്? ഹോസ്പിറ്റൽ ഹാവ് ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ്. ഹോസ്പിറ്റലിൽ അവര് ഷെഡ്യൂൾ ചെയ്യാൻ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ എടുക്കുന്ന സമയം കുറയ്ക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ക്യാൻ മാക്സിമൈസ് ദ പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിംഗ്. എന്താണ്? പേഷ്യൻസിന്റെ സമയം മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. എന്താണ് അങ്ങനെ പറയുന്നത്? എന്തായിരിക്കും അവിടെ? പേഷ്യൻസ് തന്നെയല്ലേ അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ സെലക്ട് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യുന്നത്, അവർക്ക് വേണ്ട ഡോക്ടർ ഷെഡ്യൂൾ ചെയ്യുന്നത് അല്ലെ, സെലക്ട് ചെയ്യുന്നത് അവരല്ലേ. അവർക്ക് ഉചിതമായിട്ടുള്ള സമയം സെലക്ട് ചെയ്യുന്നത് ആരാ? പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ ബില്ലിംഗ് മുതൽ എല്ലാ കാര്യങ്ങളിലും എന്താണ്? പേഷ്യൻസിന്റെ സമയം നമുക്ക് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയത്? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ്, റെപ്യൂട്ടേഷൻ. എന്താണ്? ഹോസ്പിറ്റലിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്നു. എല്ലാവരും മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വെബ്സൈറ്റില് ഒക്കെ കയറി നോക്കിയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ പ്രൊഫൈലൊക്കെ കയറി നോക്കിയോ? ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലൊക്കെ കയറി നോക്കിയോ? സാറ്റിസ്ഫാക്ഷൻ സർവേ ഒക്കെ കണ്ടോ? റിവ്യൂസ്, റേറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നതൊക്കെ കണ്ടോ? ഇല്ല, കണ്ടു. അതുവഴി അവർക്ക് റെപ്യൂട്ടേഷൻ, ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ സ്കോർ, റിവ്യൂസ് ഒക്കെ വർദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പൊ നോക്കിയേ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ പ്രശസ്തി പല രീതിയിൽ വർദ്ധിപ്പിക്കുന്നു. ഫസ്റ്റ്, HCA HPS എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ കൺസ്യൂമർ assessment of healthcare providers and system. ആ പേരിൽ തന്നെ ഉണ്ട്, ഒന്ന് പറയോ? ഹോസ്പിറ്റൽ കൺസ്യൂമർ അസസ്മെന്റ് ഓഫ് healthcare providers and system. ആ പേരിൽ തന്നെ ഉണ്ട്, അതെന്താണെന്ന് ഒന്ന് പറയോ? ഹോസ്പിറ്റൽ കൺസ്യൂമേഴ്സ് ആരാ? ഹോസ്പിറ്റലിലെ കൺസ്യൂമേഴ്സ് ആരാ? പേഷ്യൻസ്. അവരെന്ത് ചെയ്യാണ്? അസസ് ചെയ്യാണ് അല്ലെ. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിലയിരുത്തുക അല്ലെ. എന്താണ് അവർ വിലയിരുത്തുന്നത്? അതിൽ തന്നെ ഉണ്ടല്ലോ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ, പിന്നെ എന്താണ്? ഹോസ്പിറ്റലിന്റെ സിസ്റ്റത്തിനെ അല്ലെ. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെയും സിസ്റ്റത്തിനെയും ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും ആര് വിലയിരുത്തുന്നു? പേഷ്യൻസ് വിലയിരുത്തുന്നു അല്ലെ. അപ്പൊ ഇതെന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, ഫീഡ്ബാക്കുകൾ, അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. സ്കോർസ് ആർ പബ്ലിക്. ഇത് പബ്ലിക് ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. സ്പെസിഫിക്കലി സോ പീപ്പിൾ ക്യാൻ ലേൺ അബൌട്ട് ദ ഫിസിഷ്യൻ, ദേ ക്യാൻ കൺസൾട്ട്. ഈ HCA HPS നോക്കിങ്ങാണിട്ട് പേഷ്യൻസിന് അവർക്ക് കാണേണ്ട ഡോക്ടർ ആരാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നു. കൂടാതെ എന്താണ്? ഹെൽത്ത് കെയറിൽ അവരത് ഇൻഫോം ചെയ്യുന്ന, അവരുടെ ചോയ്സ് അവർ ഇൻഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിയോ എന്ന് പറഞ്ഞില്ലേ? അതില് അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിന്റെ വിവരങ്ങൾ ഉണ്ടാവും. കണ്ടോ? അത് ഓരോ ഡോക്ടേഴ്സിനെ പറ്റിയുള്ള വിവരങ്ങൾ ഉണ്ടാവും. അവർ എത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്താണ്, അവർക്ക് എത്ര റേറ്റിംഗ്സ് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ചോ നിങ്ങൾ?
അപ്പൊ എന്താ അങ്ങനെയുള്ള സർവേ നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് മനസ്സിലാവില്ലേ? വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ബിസിനസ് പ്രൊഫൈലിലൊക്കെ കയറി കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ പേഷ്യൻസ് ഏത് ഡോക്ടറെ കാണണം, ഏത് ഡോക്ടറാണ് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് അല്ലെ? മനസ്സിലാക്കാൻ സാധിക്കുമോ? അതുവഴി എന്താണ് അവർക്ക് ഹോസ്പിറ്റലിലേക്ക് ഇൻഫോർമേഷൻ വിവരം അറിയിക്കാനും അപ്പോയിന്റ്മെന്റ്സുകൾ എടുക്കാനായി ആ ഡോക്ടറെ ഇന്ന ഡോക്ടറെയാണ് കാണേണ്ടതെന്ന് വിവരം അറിയിക്കാനും സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. എന്താണ്? പോസിറ്റീവ് സ്കോർ ആണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യോ? അട്രാക്റ്റീവ് ഓപ്ഷൻസ് ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ നമ്മ ഒരു ഓൺലൈനായിട്ട് ഒരു പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നമ്മ വാങ്ങാനായിട്ട് സാധ്യത? ഏതായിരിക്കും ചൂസ് ചെയ്യാൻ സാധ്യത? ഏതായിരിക്കും കൂടുതൽ റേറ്റിംഗ്സ് അല്ലെ? കൂടുതൽ റിവ്യൂ കിട്ടിയതല്ലേ? റേറ്റിംഗ്സ്. അപ്പൊ എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള സ്കോർ കിട്ടുന്ന ഹോസ്പിറ്റലിൽ എന്താണ് മറ്റുള്ള ആളുകളും ഒരുപാട് പേഷ്യൻസ് ചൂസ് ചെയ്യാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? Additionally, hospitals can utilize automated messages to ask patients for feedback after their appointments. എന്താണ് അതുകൊണ്ട് എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുക അല്ലെ? എന്താണ്? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് ശേഖരിക്കാനായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കുക. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നമ്പർ കൊടുക്കുമല്ലോ, പേഷ്യൻസിന്റെ നമ്പർ കൊടുക്കാറുണ്ടോ? മൊബൈൽ നമ്പർ ഒക്കെ അതിലേക്ക് ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സർവേ ചെയ്യിക്കാലോ. എപ്പോ വേണമെങ്കിലും സർവേ ചെയ്യിക്കാലോ. അല്ലെങ്കിൽ അവരോട് പറയാം അല്ലെ, ആപ്പ് വഴി നിങ്ങൾക്ക് സർവേ ചെയ്യാം അല്ലെ, ഇങ്ങനെയുള്ള ഒരു സർവേ കണ്ടക്ട് ചെയ്യാം. അപ്പൊ എന്താ? എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അയച്ച് എന്താണ് പേഷ്യൻസിൽ നിന്ന് അവരുടെ അപ്പോയിന്റ്മെന്റ്സിന് ശേഷം ഫീഡ്ബാക്കുകൾ ശേഖരിക്കുക. നെക്സ്റ്റ്, some program involve follow-up questions with easy to follow links. Ask content patients to review on hospital, Google business profile or other platform. എന്താണ്? ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള അതർ പ്ലാറ്റ്ഫോമുകൾ വഴി എന്താണ് നമ്മൾ ചോദിക്കുന്ന ഫോളോ അപ്പ് ക്വസ്റ്റ്യനിലൂടെ എന്താണ് ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ എന്താണ് പേഷ്യൻസിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക. അവരോട് അവരുടെ അഭിപ്രായങ്ങൾ അവരോട് തന്നെ രേഖപ്പെടുത്താൻ പറയാ അല്ലെ? ഫോളോ അപ്പ് ക്വസ്റ്റ്യനിലൂടെ എന്താണ് ബിസിനസ് പ്രൊഫൈലിലോ അല്ലെങ്കിൽ മറ്റ് അതർ പ്ലാറ്റ്ഫോം, അതായത് ലിങ്ക് വഴിയോ ആപ്പ് വഴിയോ അതല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറിയും കാണട്ടെ ഫോളോ അപ്പ് ക്വസ്റ്റ്യനുകളിലൂടെ എന്താണ് അവരോട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനായി പറയുക. ആൻഡ് ഫൈനലി, ഹാപ്പി പേഷ്യൻസ് വിൽ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇനി എന്താണ്? ഹാപ്പി പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഈ ഹോസ്പിറ്റലിനെ അവരുടെ ഫ്രണ്ട്സിനും അവരുടെ ഫാമിലിക്കും സജസ്റ്റ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു. വെൻ ഇറ്റ് കംസ് ടു റെഫറൽ, വേർഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. എന്ത് ചെയ്യുന്നു? ഹോസ്പിറ്റലിനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് നയിക്കുന്നുണ്ടോ? എല്ലാവരുടെ ഇടയിലും ഒരു പ്രശസ്തി കിട്ടാനായിട്ട് അല്ലെ കാരണമാകുന്നുണ്ടോ? എല്ലാവരുടെ എല്ലാ ആളുകളുടെ ഇടയിലും ഒരു പ്രശസ്തി കിട്ടാനായി കാരണമാകും. ക്ലിയർ ആയത്? നെക്സ്റ്റ്, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിൽ എന്തിട്ടാ ബെറ്റർ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ ഔട്ട്കംസ് ലഭിക്കുക. ഓക്കെ, സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ നോർമലി മോർ കംപ്ലൈന്റ് അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് എങ്ങനെയായിരിക്കും? കൂടുതൽ അനുസരണയുള്ളവരായിരിക്കും അല്ലെ? അവരെന്ത് ചെയ്യുന്നു? പേഷ്യൻസിന് ഡോക്ടർ പറയുന്ന പ്രിസ്ക്രിപ്ഷൻസ് അല്ലെ മരുന്നുകൾ കഴിക്കുന്നു, ഡോക്ടർ പറയുന്ന അഡ്വൈസുകളൊക്കെ അവരനുസരിക്കുന്നുണ്ടോ? നിർദ്ദേശങ്ങളൊക്കെ അവരനുസരിക്കോ? അപ്പൊ അത് അവരെന്തിലേക്ക് നയിക്കുന്ന? ഡോക്ടർ കൊടുക്കുന്ന മരുന്നുകൾ കറക്റ്റ് നൽകുക, ഡോക്ടർ ഉപദേശങ്ങൾ കറക്റ്റ് പാലിക്കുക, ഇന്ന മരുന്ന് എന്താണ് ഡയറ്റ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് വന്ന അസുഖം മാറാൻ സാധിക്കോ അങ്ങനെ ചെയ്യുന്നത് വഴി? മോർ സാറ്റിസ്ഫാക്ഷൻ. കൂടാതെ അവരെ ഹെൽത്ത് ഓക്കെ ആവോ? ബെറ്റർ ആവോ?
അനുസരണശീലമുള്ളവരാവുമ്പോ അസുഖങ്ങൾ മാറില്ലേ അവരാ? Okay, which means they are more probable to get better or effectively manage chronic health issues. വിട്ടുമാറാത്ത ഇങ്ങനെ അനുസരണാശീലമുള്ള രോഗികൾ എന്ത് ചെയ്യുന്നുണ്ട്? വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നമുള്ളവരാണെങ്കിൽ അവരെന്താണ് ബെറ്റർ ആക്കാൻ അല്ലെ, അവരെ ഹെൽത്ത് ബെറ്റർ ആക്കാനായി ഇത് സഹായിക്കുന്നു. Consequently, they feel better and like the hospital treatment and care makes a difference to their well-being and quality of life. എന്താണ് അനുസരണ? അവര് ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നത് വഴി എന്താണ് അവര് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിൽ അവർക്ക് എന്ത് വരുന്നു? അവര് ഫീൽ ബെറ്റർ ആക്കുന്നു അല്ലെ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറി അവര് ബെറ്റർ ആക്കാനും പിന്നെ എന്താണ് അവരുടെ ക്വാളിറ്റി ഉള്ള ലൈഫ് അല്ലെ, ഗുണനിലവാരമുള്ള ജീവിതം ലഭിക്കാനും കാരണമാകുന്നു. ക്വാളിറ്റി ഓഫ് ലൈഫ് ലഭിക്കാനും കാരണമാകുന്നു. This also leads them to remain loyal to the hospital and shop for their appointments. എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹോസ്പിറ്റലിനോട് അവർക്കൊരു വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? ഇങ്ങനെ അവരെ അസുഖങ്ങൾ മാറി അവര് ഓക്കെ ആയി ബെറ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിനോട് ഒരു വിശ്വാസം ലഭിക്കല്ലേ? വിശ്വാസം ലഭിക്കുന്നു. അപ്പൊ അതെന്ത് ചെയ്യുന്ന അവര് വീണ്ടും അവരുടെ അപ്പോയിന്റ്മെന്റ്സുകൾ ആ ഹോസ്പിറ്റലിൽ തന്നെ എടുക്കുന്നു. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റിംഗ് എ സൈക്കിൾ ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബേസ്ഡ് ബെനിഫിറ്റ്സ് അല്ലെ. ഇതൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ ഗുണം ഒരു സൈക്കിള് പോലെ പ്രവർത്തിക്കോ? അവരെന്ത് ചെയ്യും? വീണ്ടും ആ ഹോസ്പിറ്റലിന് അപ്പോയിന്റ്മെന്റ്സ് എടുക്കും അല്ലെ, വീണ്ടും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കും, അവര് ഫോളോ ചെയ്യും. പിന്നെ അവർക്ക് എന്ത് കിട്ടും? നല്ല രീതിയിലുള്ള പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടോ? അവരുടെ അസുഖങ്ങളൊക്കെ മാറുമ്പോ കിട്ടോ? ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ അവർ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്ത് അപ്പൊ അവർ അസുഖം മാറി, അവര് ഓക്കെ ആയി ബെറ്റർ ആയി. അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? വീണ്ടും എന്തെങ്കിലും അസുഖം വന്ന ആ ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് എടുക്കോ? ആ ഹോസ്പിറ്റൽ വീണ്ടും അപ്പോയിന്റ്മെന്റ്സ് എടുക്കും. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെ പ്രവർത്തിക്കോ? ഇങ്ങനെ തുടർച്ചയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അല്ലെ. ജനറേറ്റിംഗ് എ സൈക്കിൾ. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു സൈക്കിൾ പോലെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്ലിയർ ആയോ മിസ് എടുത്തത്? ഇന്നത്തെ ഭാഗം ഇന്ന് മിസ് ഇത് വൈൻഡപ്പ് ചെയ്യാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും?